ആ ദേവാനന്ദനും സഹോദരനും നാട്ടുകാർക്ക് അത്രമേൽ പ്രിയങ്കരനായിരുന്നു. നാടിൻ്റെ ആദരവ് വരെ ഏറ്റുവാങ്ങിയ പഠനത്തിൽ മിടുക്കരായ അത്ര സജീവമായുള്ള വിദ്യാർത്ഥികളായിരുന്നു. ഇന്നലെ ആ വാർത്ത ഇവിടെ ആളുകളൊക്കെ പറഞ്ഞ വേദനയുണ്ടാക്കുന്ന കാര്യമുണ്ട്. ഈ അച്ഛൻ ഈ വാർത്ത ടെലിവിഷനിലൂടെ അറിഞ്ഞ് ആ ഒരു പരിഭ്രാന്തിയിൽ അടുത്തുള്ള വീട്ടിലേക്ക് പോയി ആളുകളെ വിളിക്കുകയായിരുന്നു. ആ ഒരു മാനസികാവസ്ഥയൊക്കെ നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഈ അയൽവാസികളാണ് നമ്മളൊപ്പം ചേരുന്നത്. എന്തായിരുന്നു ആ അച്ഛൻ്റെ ഇവിടെ ഉണ്ടായിരുന്ന ഒരു പ്രതികരണം അപ്പോൾ ആ സമയത്ത് വിവരം അറിഞ്ഞപ്പോൾ? ഞാൻ വിവരം അറിയുന്നത് എന്ന് വെച്ചാൽ എൻ്റെ കസിൻ വിളിച്ചിട്ട് ചോദിക്കുകയാണ്, എന്നോട് ഒരു ടാക്സി അറേഞ്ച് ചെയ്യുമെന്ന് ചോദിക്കുകയാണ്. 12 മണിക്ക് എന്നെ വിളിച്ചിട്ട്. അപ്പോൾ ഞാൻ ഓഫീസിൽ വിളിച്ചിട്ട് ടാക്സി അറേഞ്ച് ചെയ്ത് കൊടുത്തു. അപ്പോൾ അപ്പോഴേ ഞാൻ അറിയുന്നത് ഇവിടെ ആരുമില്ല, മാഷും വൈഫും ഒറ്റയ്ക്കേ ഉള്ളൂ. പിന്നെ എൻ്റെ കസിനും ഇങ്ങോട്ട് ഓപ്പോസിറ്റ് തന്നെ വീട്. അപ്പം ഇങ്ങോട്ട് വന്ന സമയത്തായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ വരികയാണ്. ഞാൻ എന്നും കാണുന്ന വ്യക്തിയാണ്, എന്നും നടന്നു പോകുമ്പോൾ കാണുന്ന വ്യക്തിയാണ്. മക്കളെയും ഞാൻ അറിയാം. അങ്ങനെ എന്താ വെച്ചാൽ മക്കളൊക്കെ പഠിച്ചത് ദൂരെയാണെങ്കിലും വളരെയധികം ഇവിടെ വരുമ്പോഴൊക്കെ കാണുന്നത് ഭയങ്കര മിടുക്കരായ 2 പയ്യന്മാരായിരുന്നു. അപ്പം ഞാൻ ഇവിടെ വന്നപ്പോൾ മാഷന്നെയാണ് എന്നോട് പറഞ്ഞത്. മാഷ ഇത് മെഡിക്കൽ കോളേജിൽ നിന്ന് വിളിച്ചാണ് മാഷ് വിവരം അറിയുന്നത്. അപ്പം തന്നെ മാഷ്ക്ക് ഏകദേശം ഉറപ്പായിരുന്നു. പിന്നെ ടി വിയും കൂടി വെച്ചപ്പോൾ മാഷ വൈഫും വിവരം അറിഞ്ഞു. അപ്പോൾ മാഷൻ എന്നോട് പറഞ്ഞു പോയി എന്നുള്ള ഇതിൽ തന്നെയാണ് മാഷ് പറഞ്ഞു. അപ്പോൾ നമുക്ക് തോന്നുന്നത് മാഷ് നല്ല ബോൾഡായിട്ടാണ് സംസാരിക്കുന്നത്. അല്ല വേറെ ആരും പുള്ളിയില്ല. അപ്പം എൻ്റെ എല്ലാവരും വിളിച്ച് വിവരങ്ങളൊക്കെ അറിയിച്ചിട്ടുണ്ട്. ബാക്കി മാഷെ കസിൻസും അല്ല ബ്രദേഴ്സൊക്കെ കോട്ടയത്താണ്. അപ്പം എന്നോട് പറഞ്ഞു കോട്ടയത്തേക്ക് കൊണ്ടുപോകുന്നു. ഞങ്ങൾ ടാക്സിയിൽ അപ്പം തന്നെ ഒരു 12:30 കൂടിയിട്ട് മാഷ് വൈഫും കൂടി കോട്ടയത്തേക്ക് പറഞ്ഞു. പഠനത്തിലൊക്കെ അത്ര മിടുക്കലായി നാട്ടുകാർക്ക് അത്രമേൽ പ്രിയപ്പെട്ടവരായിരുന്നല്ലേ? അതെ, പഠിക്കാൻ നല്ല മിടുക്കന്മാരാണ്. രണ്ട് ആൺകുട്ടികളാണ്. 2 പേരും നല്ലോണം പഠിക്കുന്ന കുട്ടികളാണ്. കൂടുതലായിട്ടും ഇവിടെ അടുത്ത കാലത്ത് ഇപ്പോൾ ഉണ്ടായിരുന്നു. ഇവിടെ വെക്കേഷൻ ടൈമിലൂടെ വന്ന് പോയിട്ടുള്ളൂ. ഇവർ 10 വർഷമായി കോട്ടക്കൽ എത്തിയിട്ടുള്ളെങ്കിൽ പോലും ദേവാനന്ദിൻ്റെ ജീവിതത്തിൻ്റെ അധികവും കോട്ടക്കലാണ്. അപ്പോൾ നിങ്ങളൊക്കെ ദേവാനന്ദിൻ്റെ നാട് ഈ കോട്ടക്കൽ തന്നെയാണ്. ദേവാനന്ദൻ്റെ മക്കളുടെ നാട് ഇവിടെ തന്നെയാണ്. പിന്നെ പഠന സംബന്ധമായിട്ട് മാത്രമാണ് ഇപ്പോൾ അവർ വിട്ടുപോയിട്ടുള്ളത്. പക്ഷെ എന്നാലും നമുക്കത് ഉൾക്കൊള്ളാൻ ഒരു വല്ലാത്തൊരു പ്രയാസമാണ്. ഇപ്പോഴും പലരും വരുന്നൊക്കെ ഉള്ളൂ. പലർക്കും അത് ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടില്ല. പലരും ഇപ്പോഴും പല ന്യൂസ് അത് അറിഞ്ഞിട്ട് ഇപ്പോൾ അറിഞ്ഞു വരുന്നേ ഉള്ളൂ. ഇപ്പോൾ എന്താ സംഭവിച്ചതെന്ന് പലർക്കും ഇപ്പോഴും ഒരു രൂപരേഖ കിട്ടിയിട്ടില്ല. ഇപ്പോൾ ആക്സിഡൻ്റായി സംഭവിച്ചൊരു സാധാരണ നാട്ടിൽ സംഭവിക്കുന്ന ഒരു പക്ഷേ അത്ര അടുത്തുള്ളൊരു ആളാണെന്നുള്ളത് ഇപ്പോൾ അറിഞ്ഞു വരുന്നേ ഉള്ളൂ.